ഞങ്ങളുടെ പക്കൽ ആ മിസൈലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഗസയെ തരിപ്പണമാക്കിയതുപോലെ ഇറാനെയും ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കിയനെ. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ അവർ ഞങ്ങളെയും ആക്രമിച്ചേനെ. പാകിസ്ഥാൻ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ഇത്. സമാധാന കരാറോടെ ഇറാൻ തങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നിർത്തിയെന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടി കൂടിയാണിത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരുമായും ഒരു ചർച്ചയ്ക്കില്ലെന്നാണ് പെസഷ്കിയാൻ ഇന്നലെയും പാകിസ്ഥാനിൽ ആവർത്തിച്ചു വ്യക്തമാക്കിയത്. അമേരിക്കയുമായി ഒപ്പുവെച്ച 14 സമാധാന കരാറിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു വെക്കുന്നത്. ചില രാജ്യങ്ങൾക്ക് മിസൈലാകാം, ഇറാൻ ആകരുത് എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് തന്നെയാണ് പാകിസ്ഥാന്റെയും നിലപാട്. രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഇതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റുള്ളവർക്ക് മിസൈൽ ആകാമെങ്കിൽ ഇറാനും അത് കൈവശം വെക്കുന്നതിൽ തെറ്റില്ലെന്നു തന്നെയാണ് ട്രംപിന്റെ പക്ഷവും. അണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്നതുമാണ് പുതിയ US ഇറാൻ കരാറിലുള്ളത്. ഇറാനുമായുള്ള ഈ കരാർ അമേരിക്കൻ കർഷകർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നാണ് ട്രംപും JD വാൻസും അവകാശപ്പെടുന്നത്. മരവിപ്പിച്ച ഫണ്ട് തിരികെ നൽകുന്നതിന് പകരമായി ഇറാൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നാണ് കേട്ടോ ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇതിനെയെല്ലാം ഇറാൻ തള്ളിക്കളയുന്നുണ്ട്. ഇറാന്റെ ആണവ ശേഖരത്തിൽ ഉന്നതതല സമിതിയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന ട്രംപിന്റെ വാദവും ഇറാൻ തള്ളിക്കളയുന്നുണ്ട്. സമാധാന കരാർ ഒപ്പുവെച്ചിട്ടും അമേരിക്ക ഇറാനുമേൽ പല വിധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പേർഷ്യൻ ജനത അതിന് വഴങ്ങാൻ ഒരുക്കമല്ലെന്നു തന്നെയാണ് എപ്പോഴും എന്ന പോലെ ഇപ്പോഴും അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്.